ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ കീം ഓൺ ഫെയർ. ഇനി കീം എക്സാമിന് വെറും 10 ദിവസം മാത്രമേ ഉള്ളൂ എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. 10 ദിവസം ഉണ്ടോ, 10-15 ദിവസം ഉണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, സോ അഡ്മിറ്റ് കാർഡ് വന്നാണ്, നിങ്ങളുടെ എക്സാമിൻ്റെ തീയതിയൊക്കെ വന്നതാണ്. ഓക്കെ, അപ്പോൾ ഇനി എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഇനി ടെൻഷൻ അടിക്കാതിരിക്കുക. ഓക്കെ, ബിക്കോസ് ഈ 15 ദിവസം എന്ന് പറയുന്നത്, ഈ 15 ദിവസം നിങ്ങൾ നന്നായി ഉറങ്ങണം, നന്നായി ഫുഡ് കഴിക്കണം, നിങ്ങളുടെ ഹെൽത്തിനെ കെയർ ചെയ്യണം. യു ഹാവ് ടു ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത് ആൻഡ് നിങ്ങൾ പറ്റാവുന്ന അത്രയും നിങ്ങൾക്ക് റിവൈസ് ചെയ്യണം. ആൻഡ് നിങ്ങൾക്കിപ്പം വേണമെങ്കിൽ ഈ സമയങ്ങളിൽ നിങ്ങൾ ഇടവിട്ട് നിങ്ങൾ മോക്ക് ടെസ്റ്റ് എഴുതിക്കോളൂ. മോക്ക് ടെസ്റ്റ് എഴുതാൻ പറ്റി നിങ്ങൾ ഡിപ്രഷൻ ആവത്തില്ല എന്നുണ്ടെങ്കിൽ മാത്രം മോക്ക് ടെസ്റ്റ് എഴുതാം. കാരണം ഈ സമയത്ത് പോയിട്ട് മോക്ക് ടെസ്റ്റ് എഴുതിയിട്ട് നിങ്ങൾക്ക് ഒന്നും കിട്ടുന്നില്ലെങ്കിൽ മോക്ക് ടെസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല. നിങ്ങളിപ്പോൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് പറ്റാവുന്നത്രയും റിവൈസ് ചെയ്യുക. മോക്ക് ടെസ്റ്റ് എഴുതാൻ പറ്റുന്നവർ മോക്ക് ടെസ്റ്റ് എഴുതാം. ഓക്കെ, മോക്ക് ടെസ്റ്റ് എന്തായാലും എഴുതാൻ പറ്റുന്നവർ. ഓക്കെ, മോക്ക് ടെസ്റ്റിൽ ഇപ്പോൾ ഒന്നും കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ പഠിച്ചാൽ മതി, നിങ്ങൾ റിവൈസ് ചെയ്താൽ മതി. ഓക്കെ, ആൻഡ് റിവൈസ് ചെയ്യുന്ന +2 ടോപ്പിക്സ് നല്ലപോലെ റിവൈസ് ചെയ്യുക. +1 ടോപ്പിക്സ് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്താൽ പോയാൽ മതി. +2 ടോപ്പിക്സ് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് റിവൈസ് ചെയ്യണം. ആൻഡ് ഓർഗാനിക് കെമിസ്ട്രി എല്ലാം റിവൈസ് ചെയ്യണം. എല്ലാ മറ്റേ നെയിംഡ് റിയാക്ഷൻസ് എല്ലാം നിങ്ങൾ നോക്കി വെച്ചേക്കണം. ഓക്കെ, ദെൻ യെസ് ഗൈസ്, അത്രക്കുള്ളൂ. അവിടെ ഭയങ്കര ചൂട് ഗൈസ്. ഓക്കെ, ദെൻ നിങ്ങൾ നല്ലപോലെ ഫുഡ് കഴിക്കണം, നല്ലപോലെ ഉറങ്ങണം, നിങ്ങളുടെ ഹെൽത്തിനെ ടേക്ക് കെയർ ചെയ്യണം. ഓക്കെ, ഹെൽത്ത് വിട്ടിട്ട് ഒരു പരിപാടിയില്ല. ആൻഡ് നിങ്ങൾ എക്സാം എഴുതുന്ന സമയത്തുണ്ടല്ലോ, എക്സാം എഴുതുന്ന ദിവസം അന്ന് നിങ്ങൾ ഫുഡ് ഇച്ചിരി കുറച്ചിട്ട് കഴിച്ചിട്ട് നിങ്ങൾ പോയി എക്സാം എഴുതി നോക്കണം. ഓക്കെ, ബിക്കോസ് നമ്മൾ വയർ ഫുള്ളാണെങ്കിൽ നമുക്ക് കോൺസെൻട്രേഷൻ കിട്ടത്തില്ല, നമ്മളൊക്കെ ഇടയ്ക്ക് വെച്ച് ഉറങ്ങിപ്പോകും. ഓക്കെ, നിങ്ങളൊരു മോക്ക് ടെസ്റ്റ് ഇങ്ങനെ എഴുതി നോക്കും. നിങ്ങളാണെങ്കിൽ ഫുഡൊക്കെ കുറച്ച് കഴിച്ചിട്ട്, അതായത് കുറച്ച് ഫുഡ് കഴിച്ചിട്ട്, ലൈറ്റായിട്ടുള്ള ഫുഡ് അല്ലെങ്കിൽ ഫുഡ് ഇച്ചിരി കുറച്ച് കഴിച്ചിട്ട് നിങ്ങൾ പോയിട്ട് എക്സാം എഴുതി നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് എക്സാമിൽ കോൺസെൻട്രേഷൻ എങ്ങനെയായിരിക്കും, എങ്ങനെ നിങ്ങൾക്ക് എക്സാമിൻ്റെ പെർഫോമൻസ് നിങ്ങളൊന്ന് പോയി നോക്കണം. ഓക്കെ, ട്രൈ ചെയ്തിട്ട് നോക്കണം. എൻ്റെ പല ഫ്രണ്ട്സ് വന്നിട്ട് പറഞ്ഞിട്ടുണ്ട്, ഞാനിങ്ങനെ ഭയങ്കര അടിപൊളി ഫുഡൊക്കെ കഴിച്ചിട്ട് പോയിട്ട് എക്സാമിൻ്റെ സമയമായപ്പോൾ കോൺസെൻട്രേഷനൊക്കെ പോയി, പക്ഷേ കുറച്ച് ഫുഡ് കഴിച്ച് പോയപ്പോഴത്തേക്കും നല്ല എക്സാം ആയിരുന്നു എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ പോയി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, ആൻഡ് യെസ്, അധികം ടെൻഷൻ അടിക്കേണ്ട, മാർക്കിനെ കുറിച്ച് ഓർത്തൊന്നും ടെൻഷൻ അടിക്കേണ്ട. ടെൻഷൻ അടിച്ചിട്ട് ഒരു കാര്യമില്ല ഗൈസ്. കാരണം മാർക്ക് വരുന്ന പോലെ വരും, നമ്മൾ പഠിച്ച പോലെ പഠിക്കും. ഇപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നല്ലപോലെ റിവൈസ് ചെയ്യുക, നല്ലപോലെ പഠിക്കുക, +2 ടോപ്പിക്സ് നല്ലപോലെ നോക്കുക, നല്ലപോലെ കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് നിങ്ങൾ നോക്കുക. ഓക്കെ, സോ ബൈ ഗൈസ്, ഓൾ ദി ബെസ്റ്റ്, ബൈ.